നമ്മുടെ ഭാഗത്ത് തെറ്റില്ലാത്തതുകൊണ്ട് ഞാനത് സമ്മതിച്ചു കൊടുത്തിട്ടുമില്ല. ഞാൻ അന്നേരവും ഞാൻ ധൈര്യത്തോടെ നമ്മുടെ ഭാഗത്ത് തെറ്റില്ലല്ലോ. ഞാൻ ഈ പ്രശ്നം കഴിഞ്ഞ് വന്ന് നേരെ 2 ദിവസം കഴിഞ്ഞ് നേരെ ക്ലാസ് എടുക്കാൻ പോയ ഒരാളാണ്. പേരൻസ് ഒന്നും സമ്മതിച്ചില്ല. നമ്മൾ നടക്കുകയല്ല, ക്ലാസ് എടുക്കുമെന്ന് പറഞ്ഞു. ഇവിടെ വെച്ചിരുന്ന ബോർഡൊക്കെ എല്ലാം ബോർഡൊക്കെ പോയിരുന്നു. ആൾക്കാരെടുത്ത് അടുത്തെല്ലാം എടുത്ത് മാറ്റിയൊക്കെ ചോദിച്ചിട്ടുണ്ട്. എനിക്ക് ടൈം പാസ് പരിപാടി അങ്ങനെയൊന്നും സ്നേഹിക്കുകയാണെങ്കിൽ വളരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുക, കല്യാണം കഴിക്കുക. അല്ലാതെ ഇങ്ങനെ ലിവിങ് ടുഗദർ അതിനോടൊന്നും വലിയ കല്യാണം കഴിച്ചില്ലെങ്കിൽ ഇല്ല, അത്രേ ഉള്ളൂ. ചേച്ചിയുടെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ പേരെന്താ? സിന്ധു എന്നല്ലേ പറഞ്ഞത്? സിന്ധു അല്ല, ആന്റിയുടെ പേരാണ് പറഞ്ഞത് കേട്ടോ. ഞാൻ ഇടയ്ക്ക് കളിയൊക്കെ ചോദിക്കും, ഒന്ന് ആലോചിച്ചാലോ കല്യാണം. ഇപ്പൊ എന്നോട് ചോദിക്കുന്ന അമ്മയ്ക്ക് ഒരാൾ എന്നാ ഇനി ഇദ്ദേഹത്തിന്റെ കാര്യങ്ങളൊക്കെ ആവത്തില്ലേ, കൂട്ടൊക്കെ ആവുമ്പോ എനിക്കൊരു പരിപ്രയാസം വരുമല്ലോ. അടുക്കളയിലെ ജോലികളൊന്നും അറിഞ്ഞൂടാ, ഒരു കാര്യം അറിഞ്ഞൂടാ. ചായ ഇടാം, ഓംലെറ്റോ എന്തൊക്കെ എന്തേലും പറയല്ലേ. നല്ല 1-ാം തരം മുട്ടക്കറി. മുട്ടയുടെ പരിപാടികളേ ഉള്ളു, വേറെ എന്താ അറിഞ്ഞൂടാ. എന്തു പറഞ്ഞാലും നീ എന്റേതല്ലേ വാവേ, നിന്നു പിണങ്ങാതെ ഒന്നുകൂടെ പോരൂ പൂവേ. സോ മോളിവുഡ് മിക്സ് വിത്ത് മീനാക്ഷിയില് മിനി ആന്റി ആണ് എന്നെ ഇപ്പൊ ജോയിൻ ചെയ്തിട്ടുള്ളത്. ആന്റി സ്വാഗതം. സ്വാഗതം. എനിക്ക് സ്വാഗതം. ഫസ്റ്റ് ടൈം വന്നു ആന്റി ഒരു ഇന്റർവ്യൂവിന് ഇങ്ങനെ ചേച്ചിയോടൊപ്പം വന്നിട്ട് ഇരിക്കുന്നത്. അതിന്റെ എല്ലാവിധ ജാളിത എനിക്ക് രണ്ടു വാക്ക് പറ കേക്കട്ടെ. മകളെ പറ്റി ആദ്യം തന്നെ ചോദിക്കാം. നമുക്ക് ആ ഒരു ഐസ് ബ്രേക്കിംഗ് അങ്ങ് കഴിച്ചു കളയാം. പറയൂ. എന്താ പറയണമെന്ന് ചോദിച്ചോ? എന്നെ പറ്റി മകളെ പറ്റിട്ട് 2 വാക്ക് പറയും. നല്ല മോളാണോ ആന്റിയുടെ മോൾ? നല്ല മോളാണ്. ഞങ്ങളിങ്ങനെ ചോദിക്കും, ഒറ്റവാക്കി നിർത്തരുത്, ഇങ്ങനെ പറയണം. കണ്ടന്റ് കിട്ടണം. 2 കുരുത്തക്കേടൊക്കെ കുഴപ്പമില്ല, ഇങ്ങനെ പറഞ്ഞോ. നല്ല മോളാണ്. എല്ലാത്തിനും ഞാൻ വേണം. എന്ത് കാര്യത്തിനും ഞാനില്ലാത്ത ഒരു കാര്യമില്ല. ഒന്നുമില്ല, ഒരു കാര്യമില്ല. അത് ഇത്ര നേരം സംസാരിച്ചപ്പോ എല്ലാത്തിനും അവസരം അമ്മ 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 പറഞ്ഞോണ്ടിരിക്കും. അങ്ങനെയൊക്കെയുള്ള ഒരാളാണ്. പിന്നെ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുകയാണേലും എൻ്റെ ഒരു പങ്ക് കിട്ടിയേ പറ്റുള്ളൂ. കഴിച്ചോണ്ടിരിക്കുമ്പോ ലാസ്റ്റ് നമ്മള് കഴിച്ചാലും എന്നാലും ലാസ്റ്റ് അതിൽ നിന്നൊരു ശകലം കിട്ടണം. എല്ലാരും കളിയാക്കും, എന്നാ എത്ര കഴിച്ച സ്വന്തമായിട്ട് കഴിച്ചാൽ അതിൽ നിന്നൊരു ശകലം വേണം എന്ന് ചോദിക്കും. അത് എനിക്ക് റിലേറ്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞില്ലേ, അച്ഛൻ ഞാൻ കഴിച്ചു കഴിഞ്ഞാൽ അച്ഛന് എനിക്ക് ഒരു ഉരുള വേണം. അതൊരു ശീലമാണത്. എങ്ങനെയാ പിടിവാശിക്കാരിയാണോ ദേഷ്യക്കാരിയാണോ? ദേഷ്യമൊന്നും അങ്ങനില്ല, പിന്നെ പിടിവാശിയൊക്കെ കുറച്ചൊക്കെ ഉണ്ട്. അതൊക്കെ കുറച്ചുണ്ട്. നമ്മള് ചേച്ചിയുടെ സിബ്ലിങ്സിനെ പറ്റിട്ട് അങ്ങനെ കേട്ടില്ല. ചേച്ചി അങ്ങനെ ഒറ്റ ആളാണോ? എങ്ങനെയാണ്? ഒറ്റ മോളാണ്. അപ്പൊ ഒറ്റ മോളുടെ എല്ലാവിധ പാമ്പറിങ്ങും ഒക്കെ കൊടുത്ത് ഇങ്ങനെ വളർത്തിയിരിക്കുന്ന ആളാണോ? അത്യാവശ്യം ഭയങ്കരമായിട്ട്. ചില അച്ഛനൊക്കെ നേരത്തെ മരിച്ചുപോയി. അപ്പൊ പിന്നെ അന്നൊക്കെ എന്നെ പേടിയായിരുന്നു. അച്ഛൻ്റെ മരണശേഷം പിന്നെ അതുവരെ എന്നെ പേടിയായിരുന്നു. പിന്നെ എൻ്റെ കൂട്ടത്തിലൊക്കെ കൂടി എന്നാലും എന്നെ ഇപ്പോഴും ഒരു പേടിയുണ്ട്. അല്ലെ, എന്റെ അടുത്ത് നേരത്തെ പറഞ്ഞപ്പോ പേടിയൊന്നല്ല പറഞ്ഞത്, അമ്മ ഞാൻ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. അത്ര ക്ലോസ് ആയിരുന്നില്ല, എന്നാലും ഒരു ചെറിയ പേടി ഉണ്ട്. ആ ചേച്ചിയുടെ സത്യം അമ്മ പേടിയാണോ ചേച്ചി? അല്ല, അമ്മ പേടി പറയില്ല, ചില സമയത്ത് പേടി വേണമല്ലോ. അതെന്ത് കാര്യത്തിനാണ് അങ്ങനെ പേടി വേണ്ട കാര്യം? അങ്ങനെ ചോദിച്ചാൽ പറയാനല്ല, അങ്ങനെയല്ല. ശരിക്കും അമ്മ ചിലപ്പോഴേ എന്തെങ്കിലും ഇപ്പൊ എനിക്ക് എന്താണ് ഇപ്പൊ ക്ലാസ്സിൽ ചില പിള്ളേരൊക്കെ ഈ പേരൻസ് ഒക്കെ വന്ന് ചിലപ്പോൾ എന്തെങ്കിലും ചിലപ്പോൾ ഇതിനായിട്ട് യാതൊരു ബന്ധമില്ലാതൊക്കെ ചുമ്മാ പറയും, അങ്ങനെയല്ല ടീച്ചർ ഇങ്ങനെയല്ല ചില പേരൻസ്. അപ്പൊ ഞാൻ അത് പറയും, എനിക്കത് ഇതിനെപ്പറ്റി അറിഞ്ഞിട്ട് പറയുകയാണെങ്കിലും ഓക്കെ. അപ്പം നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരുമല്ലോ, ഇത് മാക്സിമം ദേഷ്യം വരില്ല എന്നാലും. അപ്പൊ ഞാൻ ഇവരെ നിങ്ങൾ കുറച്ചുകൂടെ ആലോചിച്ചിട്ട് ചെയ്തുകൂടായിരുന്നോ, അങ്ങനെയാണോ വന്നത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇവര് പോയി കഴിയുമ്പോൾ ചോദിക്കും എന്തുദ്ദേശിച്ചാ പറഞ്ഞത് പേരന്റിനൊക്കെ ഇങ്ങനെ. ഞാൻ പറഞ്ഞ അവര് പറഞ്ഞു കേട്ടില്ലേ, എന്നാലും ഒരു മര്യാദയൊക്കെ വേണം. അങ്ങനെയൊക്കെ ചിലപ്പോ പറഞ്ഞൊന്ന് കിട്ടാറുണ്ട്. പക്ഷെ ഈ ഒരുവിധം വലുതായി കഴിഞ്ഞാൽ മക്കളെ അമ്മമാര് തല്ലത്തൊന്നും ഇല്ലല്ലോ അല്ലേ? വഴക്കും അങ്ങനെ ഒന്നും പറയത്തില്ല? വഴക്കാറുണ്ട്. ഇതിനാണോ ഏറ്റവും കൂടുതൽ ആന്റി മോളെ വഴക്ക് പറയാറ്? അങ്ങനെ വലിയ വഴക്കൊന്നും പറയാറില്ല. അല്ല, എനിക്ക് പക്ഷെ ചേച്ചി ഭയങ്കര ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാന്ന് എനിക്ക് തോന്നുന്നു അല്ലേ? വീട്ടിലൊക്കെ എല്ലാം വളരെ കൃത്യമായി ചെയ്ത്. അതൊക്കെ അതെ. അടുക്കളയിലെ ജോലികളൊന്നും അറിഞ്ഞൂടാ, ഒരു കാര്യം അറിഞ്ഞൂടാ. ചായ ഇടാം, പിന്നെ ഓംലെറ്റോ എന്തൊക്കെ എന്തേലും അത് പറയല്ലേ. നല്ല 1-ാം തരം മുട്ടക്കറി വെക്കും, അതേ ഉള്ളൂ. അത് വേറെ മുട്ടയുടെ പരിപാടികളേ ഉള്ളൂ. വേറെ ചില സമയത്ത് ജോലിക്കാരി ചേച്ചി ഒന്നും ഇല്ലെങ്കിലേ ചിലപ്പോ ഇപ്പൊ വലിയ ഡയലോഗ് അടിക്കുന്നത് അല്ലപ്പോ എന്നോട് പറയാ വൈകുന്നേരം എന്താ കഴിക്കണ്ട. ഞാൻ പറഞ്ഞപ്പോ വൈകുന്നേരം എന്താ എന്നെ ഇത്തിരി മുട്ടക്കറി വെക്കോ എന്നാ എന്നോട് ചോദിക്കുന്ന കക്ഷിയായി പറയുന്നത്.
പിന്നെ ഹോട്ടലിലെ ആഹാരമാണ് ഏറ്റവും ഇഷ്ടം. തട്ടുദോശ അതൊക്കെയാണ് ഇഷ്ടമുള്ള ആന്റി ഞാനിവിടെ നേരത്തെ പറയുന്നത് ഒരു പെർഫെക്റ്റ് വൈഫ് മെറ്റീരിയൽ ആണ്. കുക്കിംഗ് അറിയില്ലാന്ന് എനിക്കറിയില്ല. പക്ഷെ അത് ചോദിച്ചില്ല, വിട്ടുപോയി. അതൊന്നും പറഞ്ഞുകൂടാ. അല്ല ചേച്ചി ഇപ്പൊ പറയുന്നത് ചേച്ചി വളരെ ഒരു റൊമാൻറ്റിക് പേഴ്സൺ ആണ് ഇൻ ലൈഫ് എന്ന്. അപ്പൊ ഞാൻ ചോദിക്കാൻ വിട്ടുപോയി. ഇപ്പൊ അമ്മയും കൂടെ ഇരിക്കുമ്പോ ചോദിക്കാം, വാട്ട് ഇസ് ലവ് ഓർ റൊമാൻസ് അക്കോർഡിംഗ് ടു യു ചേച്ചി? ദൈവമേ, അമ്മ ഇരിക്കുമ്പോ ചോദിക്കാൻ പറ്റിയ ചോദ്യം നിനക്കെന്നല്ലേ ചേച്ചി? കേക്കട്ടെ. ഞാൻ ഒരാളെ സ്നേഹിക്കുകയാണെങ്കിൽ അങ്ങ് ആത്മാർത്ഥമായിട്ടൊക്കെ സ്നേഹിക്കും. അത് ഇവർക്ക് അറിയാം. അപ്പം പിന്നെ അങ്ങനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരാളാണ് ഞാൻ. അവർ ചിലപ്പോൾ എന്നെ അത്രയും പോലും ചിലപ്പോൾ സ്നേഹിക്കുന്നില്ലായിരിക്കും. ഞാൻ അവരെ സ്നേഹിക്കുന്നത് 100 ഇരട്ടി സ്നേഹിക്കുന്നത്. അത് എൻ്റെ എനിക്ക് അങ്ങനെ സ്നേഹിക്കുകയാണെങ്കിൽ വളരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കണം. എനിക്ക് ടൈം പാസ് പരിപാടി അങ്ങനെയൊന്നുമില്ല. ഡേറ്റിംഗ്, കാഷ്വൽ ഡേറ്റിംഗ് ഒന്നുമില്ല. സ്നേഹിക്കുകയാണെങ്കിൽ വളരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുക, കല്യാണം കഴിക്കാം. അല്ലാതെ ഇങ്ങനെ ലിവിങ് ടുഗദർ അതിനോടൊന്നും വലിയ കല്യാണം കഴിച്ചില്ലെങ്കിൽ ഇല്ല, അത്രേ ഉള്ളൂ. സ്നേഹിക്കുകയാണെങ്കിൽ വളരെ സീരിയസ് ആയിട്ട് സ്നേഹിക്കുക, സ്നേഹിച്ച് കല്യാണം കഴിക്കുക, അല്ലെങ്കിൽ കഴിക്കണ്ട, അത്രേ ഉള്ളൂ. ആന്റി കോൺസെപ്റ്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ആന്റി ഈ ഇന്റർവ്യൂ ഇറങ്ങുമ്പോ അതിരുന്ന് കേട്ടിട്ട് അതനുസരിച്ചുള്ള ഒരു സുന്ദര കുട്ടിനെ കണ്ടുപിടിച്ച് നമ്മുടെ ചേച്ചിക്ക് ചേർത്ത് വെച്ച് കൊടുക്കണം കേട്ടോ. അല്ല ഇപ്പൊ കുക്കിങ്ങിന്റെ കാര്യമൊക്കെ പറഞ്ഞതുകൊണ്ട് ഞാൻ പറയാണ്, ചേച്ചി മിക്കപ്പോഴും വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ അല്ലേ, എപ്പോഴും തിരക്കല്ല. സോ വാട്ട് ഈസ് ഹോം അക്കോർഡിംഗ് ടു യു? ഒരു വീട് എന്ന് പറയുമ്പോ അമ്മ അതാണ് ചേച്ചിക്ക് വരുന്നത്, അമ്മ വേണം. വീട്ടില് ശരിക്കും പറഞ്ഞാൽ എൻ്റെ കൂടെ അമ്മ കൂടുതൽ വരാറുള്ള ഒരാളല്ലേ ഷൂട്ടിങ്ങിനൊക്കെ. അപ്പൊ ഞങ്ങൾ വീട് സാറിന് അടച്ചിട്ടാണ് പോകുന്നത്. പിന്നെ ഞങ്ങൾ രണ്ടുപേരും വരുന്നുണ്ട് ഉള്ള ദിവസമാണെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ. പിന്നെ അമ്മയ്ക്കും പാചകമൊക്കെ ഒരു സമയത്ത് നന്നായിട്ട് അറിയാമായിരുന്നു. പിന്നെ ഇപ്പൊ ഈ പറഞ്ഞ തിരക്കുകളും വരുമ്പോ പിന്നെ പാചകം ടച്ച് വിട്ടുപോയി. അപ്പൊ അതുകൊണ്ട് പിന്നെ ഞങ്ങൾ തന്നെ അറിയാവുന്ന രീതിയിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ മാത്രമല്ലേ കഴിക്കുന്നുള്ളൂ, അവിടെ കുഴപ്പമില്ല. അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ അങ്ങനെ അങ്ങ് പോകുന്നത്. അപ്പൊ നമ്മളിപ്പോ പറയുന്നത് ഇപ്പൊ രണ്ടുപേരും കൂടെ ആയി, ഇനിയിപ്പോ ചേച്ചിക്ക് ഒരു കൂട്ടാവാന്നൊക്കെ തോന്നി. ആന്റിക്കും വരുന്ന മരുമകനെ പറ്റി എന്തെങ്കിലും ഒരു കോൺസെപ്റ്റ് ഒക്കെ ഉണ്ടോ? എനിക്ക് അങ്ങനെ പറയാൻ അറിഞ്ഞൂടാ. ഒരു മരുമകനെ പറ്റി ആദ്യം കല്യാണം കഴിച്ചപ്പോൾ നമുക്കൊരു ഇതുണ്ടായിരുന്നല്ലോ, നല്ലത്. പക്ഷെ അതൊക്കെ അങ്ങ് നമ്മൾ ചിന്തിക്കുന്ന പോലത്തെ ആൾക്കാരല്ലാതായി മാറിപ്പോയി. കല്യാണം കഴിച്ച് വന്നപ്പോ മാറിപ്പോയി. ആഫ്റ്റർ മാരേജ് ചേഞ്ച് ആയി. അപ്പൊ അതോടുകൂടി ഇവർക്കൊക്കെ ഇപ്പൊ പേടിയാ. അപ്പൊ ഇനി അതുപോലെ നോക്കി പറഞ്ഞിട്ടുണ്ടോ, നല്ലതായിട്ട് നോക്കി മനസ്സിലാക്കി മനസ്സിലാക്കണം അങ്ങനെയൊക്കെ. ഇല്ല ആന്റി, ഒരെണ്ണം അങ്ങനെ ഇവരുടെ ലോകത്ത് എല്ലാവരും അതേപോലെ ആയിരിക്കില്ല. ഷീ വിൽ ഫൈൻഡ് എ ഗുഡ് പേഴ്സൺ. കാരണം അത്രയും പാവ ചേച്ചിനെ നമ്മൾ ഇൻ പേഴ്സൺ അറിയുമ്പോഴേ. ഞാൻ ഇതിനുമ്പ് ചേച്ചിയുടെ ഇന്റർവ്യൂസ് കണ്ടപ്പോഴായാലും ചേച്ചി ഭയങ്കര സീരിയസ് ആയിട്ടിരുന്ന് സംസാരിക്കുന്ന ആളാണ്. ശരിക്കും അത് എന്താ പറയാ, അതുകൊണ്ടല്ല. കാരണം ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം അതുപോലത്തെ ക്വസ്റ്റ്യൻസുകളും അങ്ങനെ ഒരു എന്നോട് ചോദിക്കുന്നതല്ല ഈ നമ്മുടെ പഴയ കാര്യങ്ങളും. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ് കുറെ വർഷമായില്ലേ. പിന്നെയും ചോദിക്കുമ്പോൾ നമ്മൾ പിന്നെ അങ്ങ് സംസാരിക്കുന്നു എന്നുള്ളൂ. പക്ഷെ ഞാൻ ഇപ്പം കുറച്ചായിട്ട് തീരുമാനിച്ചു, ഇനി പഴയ കാര്യങ്ങളൊന്നും, കുറെ ഇന്റർവ്യൂസ് ഇങ്ങനെ വിളിക്കും. അപ്പം ഞാൻ പറഞ്ഞ പഴയ കാര്യങ്ങളൊന്നും ഓൾറെഡി എല്ലാവരും ഇതൊക്കെ അറിഞ്ഞും കഴിഞ്ഞതൊക്കെ. പിന്നെ നമ്മൾ അല്ലാത്ത കാര്യങ്ങളാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ഇന്റർവ്യൂ ഭയങ്കര എനിക്ക് തന്നെ വെച്ചാൽ ഞാൻ ഇത്രയൊക്കെ കൂളായിട്ട് സംസാരിക്കാൻ അങ്ങനെയുള്ളൊരു നമ്മളൊരു എന്താ ഒരു ചാറ്റ് ഷോ പോലെ അല്ലേ ഇത്. മറ്റൊന്നും എല്ലാവരും സീരിയസ് ആയിരുന്നു, അങ്ങനെ ആയിരുന്നു. എന്നിട്ട് വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോഴേ നമ്മളും ഒക്കെ സീരിയസ് ആവുന്ന അങ്ങനെ ആയി പോകുന്നതാ. ചേച്ചി അതിന്റെ വർഷങ്ങൾ പക്ഷെ അങ്ങനെ പറയില്ല കേട്ടോ. ചേച്ചി ഒന്നിനോട് അതിനൊരു നോ പറയുന്ന ഒരു പേഴ്സൺ ലൈക് പണ്ടായാലും അല്ലേ, അങ്ങനെ ഒന്നിനോടും ആരെയും ഒരു മുഖം കറുപ്പിച്ച് അങ്ങനൊന്നുമില്ല. അപ്പൊ ആന്റിയുടെ പണ്ട് തൊട്ടേ ഉള്ളൊരു ഡിസയർ ആയിരുന്നു ചേച്ചി ഒരു വലിയ നർത്തകി ആവണം. അപ്പം ആന്റിയുടെ ആഗ്രഹങ്ങൾക്ക് അപ്പുറം ഇപ്പൊ ഒരു നർത്തകി, ഒരു ബാലറ്റ് ഡയറക്ടർ, ഒരു ആക്ടർ ഒക്കെ ആയിരിക്കാണ്. ഒരു അമ്മ എന്നുള്ള നിലയിൽ വാട്ട് യു ഫീൽ? എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഇപ്പം. ആന്റിക്ക് പണ്ട് നടി ആവണമെന്നായിരുന്നു ആഗ്രഹം? എനിക്ക് അങ്ങനെയുള്ള ആഗ്രഹമില്ല. എനിക്ക് ഡാൻസിനോടൊക്കെ ഭയങ്കര ഇതായിരുന്നു. പക്ഷെ എന്നെ പഠിപ്പിച്ചിട്ടൊന്നുമില്ല. അങ്ങനെ അന്നത്തെ സമയത്തൊന്നും പഠിപ്പിച്ചിട്ടൊന്നുമില്ല. അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ, യു ആർ എ നമ്പർ 1 ടീച്ചർ, എന്തുകൊണ്ട് 2 സ്റ്റെപ്പ് പഠിപ്പിച്ചില്ലല്ലോ? ആണോ? തീരെ അങ്ങനെ നിൽക്കത്തു. ഞാൻ ചുമ്മാ അരവണ്ണിലിരിക്കും കളിക്കാം. പക്ഷെ അഭിപ്രായം അത്തുപോലെ പറയും, അത്തുപോലെ ഇപ്പോഴും പറയും. സ്റ്റേജ് കയറി കളിച്ചിട്ടാണെങ്കിലും വരും. നമ്മൾ സാധാരണ ചിലരൊക്കെ ആണെങ്കിലും ഞാൻ കേട്ടിട്ടുണ്ട്, നമ്മുടെ പിള്ളേരുടെയൊക്കെ പേരൻസ് ആണെങ്കിലും പറയും, എന്നാ നന്നായിട്ട് അവള് കളിച്ചെന്നറിയോ ടീച്ചറെ, നല്ലതാ. ഇവിടെ കളിച്ചു തരക്കേടില്ലായിരുന്നു, എല്ലാം തരക്കേടില്ലായിരുന്നു. നമുക്കറിയാം നമ്മൾ നന്നായിട്ട് കളിച്ചിട്ടുണ്ട്, നമുക്കൊരു ഇതല്ലേ. എന്നാലും കുറച്ച് നന്നാക്കായിരുന്നു. അത് ഇപ്പോഴും പണ്ടും ഇപ്പോഴും അതുപോലെ തന്നെ. അത് ശരി. ഇപ്പൊ ചേച്ചി ഒരുപാട് സീരിയൽസ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ആന്റിയുടെ ഫേവറേറ്റ് ക്യാരക്ടർ ഏതാണ്? വില്ലത്തിയായിട്ടൊക്കെ ഉള്ള ക്യാരക്ടറാണ് പുള്ളിക്കാരിക്ക് ചെയ്യാനും ചേരുന്നത്, ഞങ്ങൾക്കും കാണാനും ഒക്കെ.
വീട്ടില് വില്ലത്തി അല്ല അല്ലേ? പാവാണ്. അതൊക്കെ പാവാണ്. എനിക്ക് ചേച്ചിയുടെ ദേവി ക്യാരക്ടേഴ്സ് ആണ് ഇഷ്ടം. ചിലര് പിന്നെ പുരാണത്തിലെ ദേവിയുടെ ഒക്കെ നല്ല അത് ഇപ്പൊ ചേച്ചി ആസ് എ പേഴ്സൺ കുറച്ചുകൂടെ സന്തോഷം ചേച്ചിക്ക് കിട്ടും തോന്നുന്നു. ഞാൻ ശരിക്കും പുരാണ കഥ ഇപ്പൊ ദേവി ചെയ്യുമ്പോഴൊക്കെ ഞാൻ ഒന്നാമത് അങ്ങനെ ആ ഒരു വ്രതമൊക്കെ എടുത്തിട്ട് ചെയ്യുള്ളൂ. അതാണ് ഞാൻ ചോദിക്കാൻ പറ്റുന്നത്. അങ്ങനെയൊക്കെ അതിപ്പോ നമ്മൾ പ്രോഗ്രാം ചെയ്യുമ്പോൾ അങ്ങനെ ദേവിയുടെ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ പ്രോഗ്രാം അങ്ങനെ ഒരു ചിക്കൻ അങ്ങനെ ഒന്നും നോൺ വെജ് ഒന്നുമില്ല, ഓൺലി വെജിറ്റേറിയൻ. സീരിയലിലാണെങ്കിലും അതുപോലെ ആ ക്യാരക്ടർ ആ ചെയ്യുന്നെങ്കിൽ ഞാൻ പ്യുവർ വെജിറ്റേറിയൻ ആയിട്ടാണ് അങ്ങനെയൊക്കെ നോക്കിയിട്ടേ ചെയ്യാറുള്ളൂ. ബ്യൂട്ടിഫുൾ. ചേച്ചിയുടെ കുറച്ച് മുമ്പ് ഇത്രയും നേരം ചാറ്റിൽ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ചേച്ചി പറയായിരുന്നു ഓരോ പ്രശ്നങ്ങളും പ്രതിസന്ധിയും വന്നപ്പം ആൻറ്റി കൊടുത്തിട്ടുള്ള ധൈര്യം ചെറുതൊന്നുമല്ലാന്ന്. അപ്പം എനിക്ക് ആൻറ്റിയോടെ ചോദിക്കാനുള്ളത്, അതായത് സാധാരണ മക്കൾക്കൊക്കെ എന്തെങ്കിലും വരുമ്പോൾ അമ്മമാർക്ക് ഭയങ്കര കൺസേൺ ഉണ്ടാവും. എസ്പെഷ്യലി വി ആർ ടോക്കിംഗ് അബൌട്ട് ലൈക്ക് 11 years ബിഫോർ. അന്നത്തെ സൊസൈറ്റിയും ആൾക്കാരും ഒക്കെ. ആൻറ്റിക്ക് എവിടെ നിന്ന് ആൻറ്റി ആ ഒരു വിൽ പവർ കിട്ടിയത്? എങ്ങനെയാണെന്ന് എനിക്ക് എന്തോ എനിക്ക് ദൈവം തന്ന ഒരു ഇതാണെന്ന് തോന്നുന്നു. ആ സമയത്തും ഒത്തിരി വിഷയങ്ങളുണ്ടായല്ലോ. പക്ഷെ അതൊക്കെ നമ്മുടെ ഭാഗത്ത് തെറ്റില്ലാത്തതുകൊണ്ട് ഞാനത് സമ്മതിച്ചു കൊടുത്തിട്ടുമില്ല. ഞാൻ അന്നേരവും ഞാൻ ധൈര്യത്തോടെ നമ്മുടെ ഭാഗത്ത് തെറ്റില്ലല്ലോ. അപ്പം ഞാൻ നമ്മളെ അങ്ങനെ ഇതിൽ കൊണ്ടുപോകാനൊന്നും ആർക്കും പറ്റത്തില്ല. നമ്മൾ അങ്ങനെ ചെയ്തിട്ടുമില്ല. അപ്പോൾ ആ ഒരു ധൈര്യം എനിക്ക് അന്നേരം ഒക്കെ ഉണ്ട്. ഇപ്പോൾ അവിടെ പോയിട്ടാണേലും ഇവിടെ അരങ്ങേറ്റങ്ങളൊക്കെ വെച്ചു. ഞാൻ അതാത് ഡേറ്റിൽ ഇവിടെ തന്നെ വെച്ച് അരങ്ങേറ്റത്തിൻ്റെ മീറ്റിംഗ് എല്ലാം ഞാൻ കൂടിയെന്നുള്ളതാണ്. എല്ലാത്തിനും പങ്കു. അപ്പോൾ അവരൊക്കെ ചോദിക്കുന്നത് ഇതെങ്ങനെ? ഞാൻ പറഞ്ഞു എനിക്കറിയാം അങ്ങനെ കിടക്കത്തില്ല, വരും. ആ കൃത്യസമയത്ത് നമ്മളിവിടെ അരങ്ങേറ്റം നടത്തി അതേ സമയത്ത് തന്നെ നടത്തുകയും ചെയ്തു. അതൊക്കെ എനിക്ക് ഭയങ്കര നമ്മുടെ ഭാഗത്ത് എനിക്കതുകൊണ്ട് ഭയങ്കര ഇതായിപ്പോയി. നമ്മൾ തെറ്റില്ലാതെ വന്നതൊക്കെ എനിക്ക് ഭയങ്കര ഒരു എന്തോ എനിക്കൊരു ധൈര്യമൊക്കെ അന്നേരം തന്നു. അപ്പോൾ അതാ അങ്ങനെ എന്നാലും ആൻറ്റി കൺസേൺ ആയിരുന്നു ആൾക്കാർ ഇനി എന്താ പറയാ, ഇനിയുള്ള ഫ്യൂച്ചർ ലൈഫ് എങ്ങനെയായിരിക്കും? പക്ഷെ എനിക്ക് അതിനകത്തൊക്കെ എനിക്ക് ഭയങ്കര ഒരു എന്താ ഒരു ധൈര്യമായിട്ട് എനിക്കങ്ങ് എന്തോ അമ്മ അതിനെപ്പറ്റി അങ്ങനെ ചിന്തിച്ചിട്ടില്ലെന്ന് പറയുന്നത്. അവരെ അങ്ങനെ ഒന്ന് ചിന്തിച്ചിട്ട് അവരെങ്ങനെ പറയുന്നു, നമ്മുടെ ഭാഗത്ത് തെറ്റില്ല, നമ്മൾ കൂളായിട്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഈ പ്രശ്നം കഴിഞ്ഞ് വന്ന് നേരെ 2 ദിവസം കഴിഞ്ഞ് നേരെ ക്ലാസ് എടുക്കാൻ പോയ ഒരാളാണ്. പേരൻസ് ഒന്നും സമ്മതിച്ചില്ല ക്ലാസ് എടുക്കാൻ പോകാൻ പോകരുതെന്ന് പറഞ്ഞു. ഞാൻ നടക്കുകയല്ലോ ക്ലാസ് എടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പം തന്നെ പിറ്റേ ആഴ്ച വന്നു. അപ്പം തന്നെ ഇവിടുത്തെ ബോർഡൊന്നും ഇല്ല, എല്ലാം കളഞ്ഞു. ആ സമയങ്ങളൊക്കെ ഭയങ്കര ഇത് ഇവിടെ വെച്ചിരുന്ന ബോർഡൊക്കെ എല്ലാം കളഞ്ഞു. ബോർഡൊക്കെ പോയിട്ടുണ്ട്, ആൾക്കാരെടുത്ത് എടുത്ത് മാറ്റിയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ പക്ഷെ അന്നേരം ഞങ്ങൾ തന്നെ ക്ലാസ് ഒക്കെ എടുത്ത് നല്ല കുറെ പേരൻസ് ഉണ്ടായിരുന്നു നമ്മുടെ കൂടെ നിൽക്കുന്ന പേരൻസ് ആയിരുന്നു. കുറേ നല്ല പേരൻസ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അമ്മയോടൊക്കെ ഫുൾ സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഇല്ല ഞാൻ അവരായിരുന്നു എൻ്റെ കൂട്ടത്തിൽ കൂടുതൽ സമയം ഉണ്ടായിരുന്നു. ഇനി ഒരു റൗണ്ടിലേക്ക് പോവാം. ആ റൗണ്ട് കഴിയുമ്പം എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം ഞാൻ ചോദിക്കാം. ഓക്കെ? അപ്പം ആൻറ്റി, ഞാൻ ഈ ചോദ്യങ്ങൾ ചേച്ചിയോട് നേരത്തെ ചോദിച്ചതാണ്. അപ്പം ചേച്ചിയുടെയും ആൻറ്റിയുടെയും ഉത്തരം ശരിയാണോ നോക്കിയിട്ട് നിങ്ങളുടെ റാപ്പുമാണ് ഞാൻ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 10ൽ ഞാൻ മാർക്ക് വിടാം. ഓക്കെ? സോ ചേച്ചിയുടെ ഫേവറേറ്റ് സബ്ജക്റ്റ് ഏതാണ്? മലയാളം. ചേച്ചിയുടെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ പേര്? ഏറ്റവും അടുത്ത കൂട്ടുകാരി? അല്ല, ഏറ്റവും അടുത്ത ആള് ആരാണ്? ഫ്രണ്ട് ആരാണ്? പറഞ്ഞു പൊട്ടത്തെറ്റാണെങ്കിലും കുഴപ്പമില്ല. അടുത്ത ഫ്രണ്ട്സ് ഒക്കെ ഒത്തിരി പേരുണ്ട്. എത്ര അടുത്തുള്ള ആരാണ്? സിന്ധു. ഓക്കെ, സിന്ധു. അമ്മ. ഇനി അടുത്തത് ചേച്ചിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ? ഏറ്റവും ഇഷ്ടപ്പെട്ട ഒക്കെ ഉണ്ടല്ലോ ഒത്തിരി. മണിച്ചിത്രത്താഴോ അതൊക്കെ ഭയങ്കര. ഓക്കെ. തേന്മാവിൻ കൊമ്പത്ത്. ഇനി അടുത്തത് ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആക്ടർ? നടൻ മോഹൻലാല്. ലാലേട്ടൻ. കറക്റ്റ് ആൻസർ. ഇനി ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആക്ട്രസ്? നടിയില് ശോഭന ചേച്ചി. കറക്റ്റ് ആൻസർ. അടിപൊളി. ഇനി ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡാൻസർ? പത്മ സുബ്രഹ്മണ്യം. പറഞ്ഞു കൊടുത്തോ? ഇല്ല. ചേച്ചിയുടെ ഫേവറേറ്റ് കളർ ഏതാ ആന്റി? കളർ റെഡ്. ബ്ലാക്ക്. തെറ്റിയോ? കുഴപ്പമില്ല. അടുത്തത് ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ്? ചില്ലി ചിക്കൻ, പൊറോട്ട. തട്ട് ദോശയും ഓംലെറ്റ്. നേരെ മാറി. ചേച്ചി തട്ട് ദോശ. ഇഷ്ടല്ലേ? അതിലൊക്കെ ഇഷ്ടം പൊറോട്ടയുടെ ആളാണ്. അതായിരുന്നു. ഇപ്പൊ ഡയറ്റ് ആയതുകൊണ്ട് പൊറോട്ട അതുകൊണ്ട്. ഓക്കെ. ഇനി അടുത്തത് ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡ്രസ് ചുരിദാർ. സാരി. ചേച്ചി പറഞ്ഞത് സാരിയാ. വലുതായി തന്നെ ഇറങ്ങിയിട്ടില്ല. സാരിയാണ് ഇഷ്ടം. ഇനി ചേച്ചിക്ക് പോവാൻ ഏറ്റവും ഇഷ്ടമുള്ള വെക്കേഷൻ സ്പോട്ട്? മൂന്നാർ. കറക്റ്റ് ആൻസർ. അത് പറഞ്ഞ് ഞാൻ പ്രതീക്ഷിച്ചില്ല. അപ്പൊ ഓൾമോസ്റ്റ് 1 2 3 4 5 6 എണ്ണം ശരിയാക്കിയിട്ടുണ്ട്. കൺഗ്രാറ്റുലേഷൻസ്. അതാണ്. ഓക്കെ. ഇനി ഒരെണ്ണത്തിലുള്ള ഉത്തരം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആന്റി മേ ബി കുറച്ച് ഇമോഷണൽ ആയേക്കാം.
ചേച്ചിയുടെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ പേരെന്താ? സിന്ധു എന്നല്ലേ ആ പറഞ്ഞത്? സിന്ധു എന്ന് പറഞ്ഞു. അല്ല, ആന്റിയുടെ പേരാണ് പറഞ്ഞത് കേട്ടോ. ഇനി എനിക്ക് നിങ്ങൾ തമ്മിലുള്ള ആ ഒരു മദർ ഡോട്ടർ ഫ്രണ്ട്ഷിപ്പിനെ പറ്റിയിട്ടാണ് ആന്റി അറിയാനുള്ളത്. എന്ത് കാര്യം ഉണ്ടെങ്കിലും പറയൂ. എന്ത് ഒരു ദിവസം എന്തൊക്കെ നടന്നിട്ടുണ്ടോ അത് വന്ന് എന്ത് കാര്യം ഉണ്ടെങ്കിലും എന്നെ അറിയിക്കും. അങ്ങനെയുള്ള ഒരു ഇതുണ്ട്. നല്ലതായാലും ചീത്തയായാലും എല്ലാം വന്ന് സംസാരിക്കും. ആന്റി തിരിച്ചു അങ്ങനെയാണ്? ഞാനും തിരിച്ചും അതുപോലെ തന്നെ. ഞാൻ എല്ലാം കേൾക്കും, എല്ലാം കേട്ടോണ്ടിരിക്കും. എൻ്റെ ചില ഇതൊക്കെ നല്ലതൊക്കെ ഉണ്ടെങ്കിൽ ഞാനത് പറഞ്ഞു കൊടുക്കും. അപ്പം അങ്ങനെ അത് കേൾക്കാനൊക്കെ ഇഷ്ടമാണ്. ഞാൻ ചില നല്ല നല്ല കാര്യങ്ങളൊക്കെ പറയുന്നതൊക്കെ കേൾക്കാനും അത് ഇത് ചെയ്യാനൊക്കെ ഭയങ്കര ഇതാണ്. അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പറയുന്നതാണ് എല്ലാം ശരി. ഇപ്പോൾ ഒരു പ്രോഗ്രാം ചെയ്താലും എൻ്റെ അടുത്ത് വന്ന് ആദ്യം ചോദിക്കത്തുള്ളൂ എങ്ങനെ ഉണ്ടായിരുന്നു പ്രോഗ്രാം. അപ്പം നല്ലതാ, അത്രമാത്രം കളിക്കുവാണെങ്കിൽ ഞാൻ പറയാം നന്നായിരുന്നു, ഇല്ലെങ്കിൽ തിരക്കേടില്ല എന്നേ പറയുള്ളൂ. എനിക്കിപ്പോ നിങ്ങളെ രണ്ടുപേരെയും കൂടെ ഇവിടെ കാണുമ്പോ ഒരു അച്ചുവിന്റെ അമ്മ ശരിക്കും എന്ത് പറഞ്ഞ പാട്ട് പാടുവോ ചോദിക്കട്ടെ? ആന്റി ഇപ്പൊ പറയായിരുന്നു 35 ഇയേഴ്സിൽ വിഡോഡ് ആയതാണ് എന്ന്. പിന്നീട് അപ്പം ആന്റി ഒരു റീമാരേജിനെ പറ്റിയിട്ടൊന്നും ചിന്തിച്ചതേ ഇല്ല? അത് ഞാൻ ചിന്തിച്ചില്ല. എനിക്ക് എൻ്റെ ഇത് അച്ഛനുണ്ടാക്കിയ ഈ ഞങ്ങളുടെ ഡ്രാമ ഇതുണ്ടല്ലോ, അപ്പോൾ അത് കൊണ്ടുപോകാൻ ആളില്ല എന്ന് എനിക്ക്. എൻ്റെ ചേട്ടനെയാണ് എൻ്റെ അച്ഛൻ പ്രതീക്ഷിച്ചത്. പക്ഷെ ചേട്ടനെ വേറെ ഇതിലേക്ക്, അപ്പോൾ ഒട്ടും താല്പര്യമില്ലാത്തൊരു ഇതിലേക്ക് വന്നപ്പം എന്തോ എനിക്കപ്പോൾ തോന്നി ഇത് അച്ഛന് മരിക്കുമ്പോഴും ഭയങ്കര ഒരു ആ മരിക്കുന്നതൊക്കെ പുള്ളിക്ക് ഭയങ്കര ഇതായിരുന്നു. വെച്ചാൽ ഈ നടന്നുകൊണ്ടിരിക്കുമ്പോഴേ ഈ അമ്പലത്തിൽ വെച്ചായിരുന്നു, ഈ ക്ഷേത്രത്തിലാണ് പ്രോഗ്രാം ആയിരുന്നു. അന്ന് പോവാൻ വേണ്ടി ഇറങ്ങുന്ന സമയത്താണ് പെട്ടെന്നൊരു വയ്യാഴി വന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഇവൻ ഇവിടെ പരിപാടി, പക്ഷെ ഇവിടെ പ്രോഗ്രാം നടത്തി വേറൊരാൾ അപ്പൂപ്പനെ ശിഷ്യരുണ്ടായിരുന്നു. അപ്പൂപ്പനെ പോലൊക്കെ ഏകദേശം ഇരിക്കും, അദ്ദേഹമാണ് അവിടെ ചെയ്തത്. പക്ഷെ അവിടെ ആരും അറിഞ്ഞില്ല. അന്നേരം അച്ഛനും മെഡിക്കൽ കോളേജിലാണ്, അപ്പൂപ്പൻ മെഡിക്കൽ കോളേജിലാണ്. പക്ഷെ ഞങ്ങൾക്കും അറിയത്തില്ലായിരുന്നു. പിറ്റേ ദിവസം നമുക്ക് അപ്പോൾ അടുപ്പിച്ച് പ്രോഗ്രാം അപ്പോൾ വരുമെന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു. അങ്ങനെ പെട്ടെന്ന് പിറ്റേ ദിവസം ഒരു 10-11 മണിയായപ്പോഴാണ് മരിച്ചത്. പിന്നെ ഇത് കൊണ്ടുപോകാനും ആരുമില്ല. അച്ഛനെ എനിക്ക് മനസ്സിലായി, 59 വയസ്സേ ഉള്ളൂ മരിക്കുമ്പോൾ അച്ഛനുണ്ടായിരുന്നുള്ളൂ. അപ്പം അത് കൊണ്ടുപോകാൻ ആളില്ല. എൻ്റെ ചേട്ടൻ അത് കൊണ്ടുപോകലെന്ന് പുള്ളി അച്ഛന് ബോധ്യപ്പെട്ടു. എന്നെ ഇതൊന്നും പഠിപ്പിച്ചിട്ടുമില്ലായിരുന്നു, ഡാൻസ് പഠിപ്പിച്ചിട്ടില്ല, ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടില്ല, ഒന്നുമില്ല. അപ്പോൾ എനിക്ക് തോന്നി ഇതല്ലേ നിന്ന് പോകും. അപ്പോൾ ശരി, ഞാനിത് അങ്ങ് ഏറ്റെടുത്തു. പലരോടും ചോദിച്ചു പഠിച്ചു. അങ്ങനെയൊക്കെയാണ് പഠിച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇനി കല്യാണത്തോട് നീങ്ങിയാൽ ഇതൊന്നും നടക്കത്തില്ല. പിന്നെ ഇദ്ദേഹം ഒക്കെ വന്നപ്പം അത് നടന്നാൽ ഇതെല്ലാം തകർന്നു പോകും എന്ന് എനിക്കങ്ങ് ഉറപ്പിച്ച് ഇതൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്ന് തോന്നി. അങ്ങനെ അങ്ങ് പോയി. അങ്ങനെ ഇത്രയും വർഷം ഞാൻ തന്നെ കൊണ്ടുപോകുമായിരുന്നു. ചേച്ചിക്ക് വേണ്ടിയിട്ട് ജീവിതം മാറ്റി വെച്ചൊരു വ്യക്തി എന്ന് ചേച്ചിക്ക് തോന്നാറുണ്ടോ അമ്മ? ഉണ്ടല്ലോ, ഉറപ്പല്ലേ. ഞാൻ ഇടയ്ക്ക് കളിയൊക്കെ ചോദിക്കുന്നു, ഒന്ന് ആലോചിച്ചാലോ കല്യാണം, ഇനി ആലോചിച്ചാലും കുഴപ്പമില്ല, എനിക്ക് പ്രശ്നമൊന്നുമില്ലെന്ന് ഞാൻ പറയും. ഇപ്പൊ എന്നോട് ചോദിക്കുന്ന അമ്മയ്ക്ക് ഒരാൾ എന്നാ പറയുക, ഇനി ഇദ്ദേഹത്തിന്റെ കാര്യങ്ങളൊക്കെ ആവത്തില്ലേ? അപ്പൊ കൂട്ടൊക്കെ ആവുമ്പോ എനിക്കൊരു പരിപ്രയാസം വരുമല്ലോ. ഇതൊക്കെ എക്സ്ക്ലൂസീവ് ആട്ടോ, സീരിയസ്ലി എല്ലാവരുള്ള കാര്യമായിരുന്നു. അതല്ലേ അപ്പൊ ഞാൻ കൂടെ ചോദിക്കും അമ്മയുടെ കല്യാണം വരെ കേട്ടോ നോക്കി. അപ്പൊ ഞാൻ ഈ പുറകെ നീങ്ങത്തില്ല. അത് ഒത്തിരി നേരമൊക്കെ വൈകിട്ടൊക്കെ പോയപ്പോ ഞാൻ എന്റെ ഒത്തിരി പറയുവേ, ഈ ഇങ്ങനെ അമ്മമാരെ പുറകെ നടന്ന ഇങ്ങനെ ഇനി തന്നെ കിടക്കുന്ന പോലെ. ഇപ്പൊ ഞാൻ ഒറ്റയ്ക്കല്ലേ, അപ്പൊ ഞാനും അമ്മ അപ്പം ഇനി തന്നെ മാറി കിടക്കണം എന്നൊക്കെ ഇപ്പോഴും കിടക്കുന്ന ഒരുമിച്ചാ. അപ്പൊ പറയുന്നത് ഇനി മാറി കിടക്കണം, ഇനി തന്നെ എന്റേതായ കുറച്ച് കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ പറയും. അവിടെ ഇടയ്ക്ക് ഞാൻ ചോദിക്കും കല്യാണം നമുക്കൊന്ന്, അത് ഞാൻ അമ്മയുടെ അങ്ങനെ വിളിച്ച് ഞാൻ പറയാം, അമ്മയ്ക്ക് ഇങ്ങനെ നല്ല എന്തെങ്കിലും ഒന്ന് ആലോചിക്കുക, നമുക്ക് നോക്കാം. ആന്റി വേണമെങ്കിൽ ഒരു കാര്യം നോക്കാവുന്ന ആന്റി അല്ല, ഇനി പറഞ്ഞു ചിലപ്പോ നോക്കും. ഇപ്പൊ അങ്ങോട്ട് ഒറ്റപ്പെട്ടൊക്കെ ആവുമ്പോ പറയാൻ പറ്റത്തില്ലല്ലോ. എന്നാലും ആന്റിയോട് ഇത്രയും നേരം സംസാരിച്ചു വെച്ചിട്ടേ ഐ ഫീലിംഗ് ഷീ ഈസ് എ വെരി ബോൾഡ് പേഴ്സൺ. അതൊക്കെ അല്ലേ? അധികം ഇങ്ങനെ ക്യാമറയുടെ മുന്നിലൊന്നും വരത്തില്ല, പക്ഷെ സംസാരിക്കാനും ഒക്കെ. ഇനി ഇത്രയും നടത്തിക്കുന്നത് എനിക്കൊരു ഭയങ്കര ഒരു ഇതാണ്. ഇത്രയും 10 പേരെ കൊണ്ടുപോയി ഇത്രയും 30 പേർക്ക് എന്നെ ഭയങ്കര പേടിയുമാണ്. ഞാൻ എന്നെ കണ്ടാൽ അവർക്കെല്ലാം പേടിയാ. ടൈമിങ്ങിന്റെ കാര്യം ഞാൻ പറഞ്ഞില്ല, അപ്പൂപ്പൻ അതെല്ലാം കിട്ടിയിട്ടുണ്ട്. എല്ലാം കൃത്യസമയം ഞാൻ പോകുന്ന 1 മണി എന്ന് പറഞ്ഞാൽ 1 മണിക്ക് പോയിരിക്കണം. ഇല്ല ഞാൻ അങ്ങ് പോകും, അങ്ങ് എത്തിക്കൊള്ളാൻ പറയും. അപ്പൊ അത് കാരണം അതൊക്കെ ഭയങ്കര പേടിയല്ല അവർക്ക്. ഡാൻസ് ക്ലാസ് 7 മണിക്കാണെങ്കിൽ ഞാൻ അവിടെ നിന്ന് ഇത് അന്വേഷിക്കും. ഇവിടെ 7 മണിക്ക് ക്ലാസ് ക്യാമറ കൃത്യം നോക്കുക ആ സമയം എല്ലാവരും കേറിയല്ലോ. ഇവൻ ഞാനാണെങ്കിൽ ഒരു 5 മിനിറ്റ് വൈകിയ നടക്കത്തില്ല. ഇവിടെ ക്ലാസ്സിന് എല്ലാവരും ഒരുപോലെ തന്നെയാ, ക്ലാസ്സിൽ കയറിയേ പറ്റത്തുള്ളൂ. അവിടെ ചിലപ്പോൾ ഭക്ഷണം കഴിക്കാതിരിക്കുമായിരിക്കും. അന്നേരം ആയിരിക്കും ഇവിടെ 7 മണിയാണ് ഞാൻ പറഞ്ഞാൽ കഴിക്കണ്ടെന്ന് പറഞ്ഞു. കഴിക്കണ്ട, പൊക്കോണം, ക്ലാസ് എടുത്തിട്ട് കഴിച്ചാൽ ഇടയ്ക്ക് നമുക്ക് കഴിക്കാം. ഈ ടൈമിങ്ങിന്റെ അകത്ത് ഒരു രക്ഷയില്ല. നമ്മളൊരു ഇനാഗുറേഷൻ ഒക്കെ പോവാണെങ്കിൽ സാധാരണ 9:30 ഒരു ഉദ്ഘാടനം എന്ന് പറഞ്ഞാൽ നമ്മളവിടെ സാധാരണ എന്താ എല്ലാവരും ആർട്ടിസ്റ്റുകൾ 9:00 9:25 ചിലപ്പോൾ 9:30 കഴിഞ്ഞിട്ടൊക്കെ വരുന്നവരുണ്ട് അല്ലേ, ചിലപ്പോൾ അറിയാലോ.
ഇതെങ്ങനെയാണെന്ന് അറിയോ, 9:30 ഫംഗ്ഷൻ പറഞ്ഞാൽ 8:45 നമ്മൾ അവിടെ ചെല്ലും. ഇങ്ങനെ വെളി വെയിറ്റ് ചെയ്യും. അല്ല ഞാൻ അവിടെ നിൽക്കുന്നില്ല, ഞാൻ അടുത്ത് ചെല്ലും. അവര് വിളിക്കുമ്പം ആ സമയത്ത് ഞാൻ കൃത്യമായിട്ട് ചെല്ലാം. അതുപോലെ ഷൂട്ടിംഗ് സ്ഥലത്തൊക്കെ ആണെങ്കിലും എന്നോട് പറയും. ഷൂട്ടിംഗ് സ്ഥലത്തൊക്കെ പിന്നെ ഓൾറെഡി എനിക്ക് അങ്ങനത്തെ ഒരു, കാരണം പഞ്ച്വാലിറ്റിയുടെ കാര്യത്തിൽ കൃത്യം, കാരണം എനിക്കറിയാം ഇത് തള്ളിയാണെങ്കിലും വിടുമല്ലോ, ഞാൻ കൃത്യമായിട്ട് വിടും. നിങ്ങൾ തമ്മിൽ വഴക്ക് ഉണ്ടാക്കാറുണ്ടോ എന്തെങ്കിലും കുഞ്ഞ് സൗന്ദര്യപ്പണൊക്കെ? ചിലപ്പം ചില സമയത്തൊക്കെ എന്തിനേലും ഒക്കെ. ചെറുതായി വളരെ കുറവാണ്. എന്നാലും എന്തിനായിരിക്കും? ഞാൻ പറഞ്ഞില്ല, ഈ പേരൻസുമായിട്ടൊക്കെ ചിലപ്പോൾ എനിക്ക് പെട്ടെന്ന് എന്തെങ്കിലും ദേഷ്യം കയറി സംസാരിക്കും, അപ്പോൾ ചോദിക്കുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് സംസാരം, അങ്ങനെയൊക്കെ ചില വഴക്ക് പറയാറുണ്ട്. എനിക്കൊന്നും പറയാനില്ല. ബ്യൂട്ടിഫുൾ. ഈ ഇൻഡസ്ട്രി എന്നുള്ള ഒരുപാട് സുഹൃത്തുക്കൾ ചേച്ചിക്ക് ഉണ്ടാവില്ല. അപ്പം ലൈഫിൽ ഓരോ എക്സ്പീരിയൻസുകൾ വരുമ്പോഴും എങ്ങനെയാണ് ലൈഫിൽ ആൾക്കാരെ കട്ട് ഓഫ് ചെയ്തിട്ടുണ്ടോ ചേച്ചി? അങ്ങനെ ഇല്ല, എനിക്ക് ഫ്രണ്ട്സ് ഭയങ്കര കുറവാണ് ഫീൽഡിൽ. ഭയങ്കര ഞാൻ എല്ലാവരുമായിട്ട് നല്ല കമ്പനിയാണ്. പിന്നെ അതിലുപരി അങ്ങ് ഒരു ഫ്രണ്ട്ഷിപ്പ് അങ്ങനെ ഒരു മെയിൻറ്റെയിൻ ചെയ്തൊന്നും പോകാറില്ല. നമ്മളവരെ കാണും, ഇപ്പോഴും അവരുമായിട്ടുള്ള സൗഹൃദം അങ്ങനെയൊക്കെ ഉള്ളൂ. അല്ലാതെ ഇങ്ങനെ എപ്പോഴും ഇടയ്ക്ക് വിളിക്കുക കാണുക ഒക്കെ വളരെ കുറവാണ്. അങ്ങനെ എനിക്ക് ആരെയും കട്ട് ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നിട്ടില്ല. അപ്പം എന്തായാലും ചേച്ചി, ആന്റി, താങ്ക് യു സോ മച്ച്. ആന്റി എസ്പെഷ്യലി വന്നിരുന്ന് നമ്മളോട് ഇത്രയും ആദ്യത്തെ ഇന്റർവ്യൂ ഞാൻ അങ്ങനെ ഇരുന്നിട്ടില്ല. ആദ്യമായിട്ടാ. അപ്പൊ ഇനി ഇരിക്കാം. ഒരു പേടി മാറിയിട്ടുണ്ട്. അതെ ചേച്ചി, വൈൻഡപ്പ് ചെയ്യുമ്പോഴത്തേക്കും എന്ത് പറഞ്ഞാലും എന്നുള്ള പാട്ട് ഒന്ന് പാടാവോ ചേച്ചി? എന്തു പറഞ്ഞാലും നീ എന്റേതല്ലേ വാവേ, നിന്നു പിണങ്ങാതെ ഒന്നുകൂടെ പോരൂ പൂവേ, മാനത്തെ കൂട്ടിൽ മഞ്ഞുമൈനയുറങ്ങിയിലേ, താരാട്ടും പാട്ടും മണിത്തത്തയുറങ്ങിയിലേ. അത്ര മതി. താങ്ക് യു സോ മച്ച് ചേച്ചി, താങ്ക് യു സോ മച്ച് ആൻറ്റി. അപ്പം എന്തായാലും ഇനി വരാനിരിക്കുന്ന എല്ലാ പ്രോജക്ട്സിന് ഓൾ ദി വെരി ബെസ്റ്റ്. ആൻഡ് പരിപാടികളൊക്കെ നല്ല ഉഷാറായിട്ട് നടക്കട്ടെ കേട്ടോ. താങ്ക് യു സോ മച്ച്.